and all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens. Sometimes the wrong campaigning might happen. Sometimes we might get over-indulgent, self-indulgent. That can all happen. But we take the lesson and like, okay, noted, sir. We will try to do the best in the future coming days. That's all. ജിഷു സാർ ചോദ്യമാണ്. ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ടീച്ചറിൽ ആകപ്പാടെ 3 പേരെ കാണിച്ചിട്ടുള്ളൂ. രാജ് സാറ്, അപർണ, പിന്നെ ആ ഒരു പപ്പി. പോസ്റ്ററിലായാലും അധികം റിവീലിങ്ങൊന്നുമില്ല. സോ ഒത്തിരി ആൾക്കാരില്ലാതെ കുറച്ച് ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ള ഒരു മൂവിയാണോ രുദ്രൻ? രുദ്രൻ എന്ന സിനിമയ്ക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ടീച്ചറിലും വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒരു ക്ലിപ്സ് പോലെ കണ്ടുകൊണ്ട് പിടിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റഡ് സ്പേസിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു നരേറ്റീവ് പറയുമ്പോൾ അത് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നേച്ചർ ഉണ്ടാവും, നേച്ചറിന് പോലും ചിലപ്പം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ജേണി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അത് ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ വിസിബിൾ ആവും. ഇന്നൊരു 7 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിനും കുറച്ചും കൂടെ വലിയൊരു രീതിയിലോട്ടും അത് ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് മനസ്സിലാവും. ഐ മീൻ കണ്ടന്റ് വൈസും അതുപോലെ തന്നെ അതിൻ്റെ ആക്ട്. പിന്നെ ഇതിൻ്റെ അത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ് സാർ അപർണയല്ലാതെ ബാക്കി ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു 99% ആൾക്കാർ പുതിയ ആൾക്കാരാണ്. അപ്പം ആ പുതിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നതിലൊരു വല്ലാത്തൊരു ജേണി ഉണ്ടായിരുന്നു. അപ്പം ആ ജേണി അത്ര ഈസി ആയിരുന്നില്ല. അപ്പം നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു ബോർഡർ സ്പേസിലാണ്. മലയാളം, അതായത് കേരള, കർണാടക, തമിഴ്നാട് ബോർഡർ. ആ ബോർഡർ ഇന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കന്നഡയിൽ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ കണ്ടാലും നിങ്ങൾക്ക് ആ എന്താ പറയുക ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈൻ കണക്റ്റ് ആവും. അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് അപ്പം അവൻ്റെ ഒരു 2 മാസത്തെ ഒരു ജേണി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടീം ക്രിസായാലും ജോമോനായാലും ഈ പറയുന്ന പുതിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ്. അപ്പം സൗണ്ട് ചെയ്തിട്ടുള്ളത് ഗണേഷ് മാരാന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു സുഹൃത്ത് തന്നെയാണ്. ഇപ്പം നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞത്. അപ്പം രാജസാറിനെ സംബന്ധിച്ചിടത്തോളം രാജസാറിൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പം ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഇത് സിംഗ് സൗണ്ട് ഡിമാൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലത്തെ ഒരു ഇമോഷൻസും ഇതിൽ ഒരു മൊമെൻറ്റും നിങ്ങൾക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. അത് അപ്പോഴേ കിട്ടും. അപ്പം ആ ഒരു ജോബ് ഗണേശനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സാർ ഈ ക്യാരക്ടർ ചെയ്യാൻ രാജീവ് ഷെട്ടി ആയിരുന്നു സാറിന്റെ ഫസ്റ്റ് ചോയ്സ്? സാർ മനസ്സിൽ വന്ന ആൾ ഈ എഴുതിയപ്പോൾ? അല്ല, ഇതിൻ്റെ ഒരു ജേണി തുടങ്ങുന്നത് ഞാനും എൻ്റെ കോറേറ്റർ കിരണും കൂടിയിട്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം പറയുന്ന അപർണയുടെ അടുത്താണ്. അങ്ങനെ അപർണയുടെ അടുത്ത് തൃശ്ശൂർ പോയി ഞങ്ങൾ കഥ പറയുന്നു. അപ്പം കേട്ടപ്പോൾ ചേട്ടൻ നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു ജേണി തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പോസിറ്റ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ എല്ലാ ക്രൂയുടെ അടുത്തുനിന്ന് നമ്മളുണ്ടായി. ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരെ കൊണ്ടുവരാം. അപ്പം നമ്മൾ മലയാളത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. പലർക്കും ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗംഭീരമായൊരു പെർഫോമർ വേണം. നമുക്കവിടെ ഒരു സ്റ്റാർ അല്ല വേണ്ടത്. ഇപ്പം അപർണയും എന്ന് പറയുന്നത് നമ്മളൊരു അപർണ അറിയാം, നമുക്കൊരു പെർഫോമറാണ്. ഇപ്പം എല്ലാ സ്റ്റാർസും അവർ ഈ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പട്ടം ഡിസർവ് ചെയ്യുന്നതിൻ്റെ കാരണം ഒരു പെർഫോമൻസാണ്, പെർഫോമറാണ്. അപ്പം നമ്മൾ അപർണയും ചലഞ്ച് ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കണം പെർഫോമൻസ് വൈസ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം ആ ഫ്രണ്ട് വഴി മിഥുൻ മോഹൻ മ്യൂസിക് ഡയറക്ടർ നമ്മൾ മുമ്പ് കമ്മിറ്റ് ചെയ്തിരുന്നത് മിഥുനായിരുന്നു. അപ്പം മിഥുൻ വഴി എനിക്കൊരു കോൺടാക്ട് കിട്ടി. അങ്ങനെ മിഥുനായിട്ട് ഞാൻ സംസാരിച്ചു. മിഥുനാണ് എനിക്ക് രാജ് സാറിനെ കണക്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ രാജ് സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കഥ പറയണം. അപ്പം പുള്ളിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് മിഥുൻ ത്രൂ എടുത്ത് തന്നു. അങ്ങനെ ഞാൻ പോയി കഥ പറഞ്ഞു. എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് രാജ് സാർ യെസ് എന്ന് പറയാണ്. ആ മൊമെൻറ്റ് ഇപ്പോഴും വളരെ മെമ്മറബിളാണ്. താങ്ക് യു. Definitely excited. എനിക്ക് വലിയ സ്റ്റാറുകളെ പടങ്ങൾ ആക്ച്വലി ഐ റിയലി ലവ് ടു വാച്ച് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. That experience I got when I watched Turbo. I went to Ragam Theatre.
early morning I wake up here and I went there and sat there, and I love to see that. I wish, like, you know, when Empuran releases, I can see in some big theater in Kerala the first show. If that happens, I'll be very glad. നല്ല experience, നല്ല experience. ടർബനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും മമ്മൂക്കനെ പറ്റി ചോദിക്കുമ്പോൾ ഭയങ്കര എല്ലാ ഇന്റർവ്യൂ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളും വളരെ വളരെ ജോവിയലായിട്ട് എല്ലാവരും പറ്റി പറഞ്ഞത്. അപ്പം ഈ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് ആവുമ്പോഴേ ആ ആക്ടേഴ്സ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇപ്പോൾ ടേക്ക് കേസ് തേവർ മകൻ കമൽഹാസൻ എഴുതിയത് കൊണ്ട് ആ ക്യാരക്ടറിന് നമ്മൾ ഇതുവരെ കാണാത്ത ശിവാജി ഗണേശൻ ഉണ്ട്, അല്ലെങ്കിൽ ലൂസിഫറിലെ ലാലേട്ടൻ ഡയറക്ട് ചെയ്തത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ആക്ടർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ലെയർ ചെയ്യാൻ പറ്റും. സോ എപ്പോഴെങ്കിലും മമ്മൂക്കേനെ അങ്ങനെ പ്രസന്റ് ചെയ്യാം റോ ആയിട്ട് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് നല്ല പേടിയാണ്. Actually, when I get involved with stars, I have that because I come from a non-cinema background. Even, like, you know, I don't know how to convince the story. I'm a writer and director, so I do films in my own, like, you know, adjustments that I can do. I don't know whether I'll be able to do with a star. If someday, if I'm able, if I know, enakku okay, enakku cheyan pettu angane enakku, when if I know, I might try to. Till now, that thought also doesn't come. I know that. പക്ഷെ എനിക്ക് പേടിയാ. എനിക്കറിയില്ല ലിജോക്ക് എത്ര, ലിജോ how well equipped he is with the stars and everything. I don't know. Like, I don't even. I'm a very. I see human beings, like, you know, everybody is equal. That kind of a person. Like, you know, if he is a new actor or star actor, I don't know how to differentiate also. Because I come from a non-cinema background. So the moment I bring any actor who has, you know, great body of work, I don't know maybe how to be. I don't know. Maybe I don't know. So if I learn that somehow, if I have that skill someday, I might try to. Till then, like, you know, that thought doesn't come to my head. നമ്മുടെ ഈച്ച സിനിമയിൽ ഈച്ച ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ ടീച്ചർ ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ തേനീച്ചന്റെ ഒരു ഇത് കണ്ടു. അപ്പം ഇതിൽ തേനീച്ച ഒരു പ്രധാന കഥാപാത്രമാണ്. മെയിൻ ക്യാരക്ടർ അല്ല, ബട്ട് അതിനകത്തൊരു ആംബിയൻസ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സറൗണ്ടിങ്സിൽ ഈ പറയുന്ന അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ക്യാരക്ടറായിട്ടല്ല ഞാൻ പറഞ്ഞു, ബട്ട് ദേ ആർ ഇന്റർ കണക്റ്റഡ്. ഈച്ചയിലുള്ള പ്രധാന കഥാപാത്രം ഇവരാണെന്ന് എനിക്ക് മനസ്സിലായി. തേനീച്ചക്ക് ഇതിലൊരു ഇതുണ്ടോ ശരിക്കും? അതാ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഈ കഥ നടക്കുന്ന സ്ഥലം, അതിന്റെ ടെറൈൻ, നേച്ചർ, അവിടെ ഇതെല്ലാം ഓൾ ആർ ഇന്റർ കണക്റ്റഡ്. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഡയറക്ടർ സാറിനോടാണ് ഇവിടെ അത് ഈ നമ്മുടെ സംസ്കൃതത്തിൽ ഇത് രുദ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്കിഷ് ബ്ലൂ ബ്ലഡിനെ കുറിച്ചാണ് പറയുന്നത് സംസ്കൃതം. അപ്പൊ ഈ ഒരു കഥ എഴുതുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ? കാരണം ഇത് ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഒരു ജേർണി ഇങ്ങനെ അതിനു വേണ്ടി അല്ല നിങ്ങൾ എഴുതിയെന്ന് വെച്ചു, സ്റ്റണ്ടിന് വേണ്ടി അല്ല കഥ എഴുതിയപ്പോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ ഒരു സംസ്കൃതം രുദ്ര എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ശരിക്കും ഒരു കഥയിലോട്ട് ആ ഒരു ടൈറ്റിൽ വേണം, രുദ്രം എന്ന് പറയുന്ന നെയിം വേണമെന്ന് എപ്പോഴാണ് ചിന്തിച്ചത്? ഇതിന്റെ ഒരു നമ്മളൊരു സബ്ജക്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിന്റെ ഒരു ക്യാപ്ഷൻ ആയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം, ദി ആക്ട്സ് ഫോർഗെറ്റ്സ് ബട്ട് ദ ഡ്രീം മേക്കേഴ്സ്. അപ്പം ഞാൻ ആദ്യം ഇതിനു മുമ്പ് നമ്മളൊരു സിനിമ, എല്ലാ ഡൽഹി ഫിലിം മേക്കേഴ്സും ആദ്യം ആലോചിക്കുന്ന സിനിമ തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പം നമ്മളിതിന് മുമ്പ് ഈ ക്യാപ്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ മുന്നേ ഒരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചായിരുന്നു. അപ്പം ഇതൊരു ആഫ്രിക്കൻ പ്രോവർബാണ്. അപ്പം ഇതിന്റെ ഒരു പ്രൈമറി തോട്ട് ഉണ്ടായ സമയത്ത് തന്നെ, നമ്മൾ ഇതിന്റെ കഥ ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്യാപ്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ബുക്ക് ചെയ്തു. അപ്പൊ ഈ ക്യാപ്ഷനിലൂടെയാണ് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ രണ്ടു പേരിലും ആരാണ് ആക്സ്, ആരാണ് ട്രീ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇവരിൽ ആരുമാണ്, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനപ്പുറം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, റേസിസം ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണും. പക്ഷെ നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, അത് നിങ്ങളുടെയും എൻ്റെ കളർ ബ്ലഡ് ആണുള്ളത്. ആ പൊളിറ്റിക്സ് ആണ് നമ്മളിത് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.
ആരെങ്കിലും ഒരാളെ ചോദിക്കാം. എനിക്കറിയില്ല അതിലൊരു സിനിമ വരുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അല്ല എനിക്കറിയില്ല അത് സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഈ പറഞ്ഞ മാതിരി ആക്ഷൻ എനിക്ക് ചെയ്യാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഫുൾ ഫ്ലെക്സ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് കഴിഞ്ഞാൽ അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല.